ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഫ്റ്റി 50 അനാലിസിസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ അനാലിസിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബൈങ് എൻട്രിക്കാണ് നമ്മൾ നോക്കുക എന്നുള്ളത്. ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ 3 ദിവസത്തെ ക്യാൻഡിലിൻ്റെ മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ബുള്ളിഷാണ് എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് ഒരു 15 മിനിറ്റ്സ് ചാർട്ട് എടുത്തിട്ട് നാളത്തെ ട്രേഡ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഇത് നിഫ്റ്റി 50യുടെ ഒരു 15 മിനിറ്റ്സ് ചാർട്ടാണ്. ഇന്ന് ഞാൻ ഇന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ അനാലിസിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവലിൻ്റെ 25,600 എന്നുള്ള ലെവലിൻ്റെ താഴെ വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളത്. സോ ഇന്ന് മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതിനുശേഷം 25,800 എന്നുള്ള ലെവലിൽ സസ്റ്റെയിൻ ചെയ്യുകയായിരുന്നു. 25,800 എന്നുള്ള ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത് നമുക്കൊരു സൈഡ് വേസ് മാർക്കറ്റാണ് കാണാൻ കഴിഞ്ഞത് വിത്ത് പോസിറ്റീവ് ബയാസ്. സോ ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു ഞാൻ ഇന്നത്തെ എൻട്രി എടുത്തത്. 25,800 ഇന്ന് ഇവിടെ സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഞാൻ 25,800 ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയായിരുന്നു. ഈ ഒരു ലെവലിലായിരുന്നു എൻട്രി എടുത്തത്. ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് ഞാനത് എക്സിറ്റ് ആക്കുകയും ചെയ്തു. സോ ഇതാണ് ഇന്ന് ഞാൻ എടുത്ത ട്രേഡ്. അതിൻ്റെ നമുക്ക് ട്രേഡ് ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഞാൻ ഇന്ന് എടുത്ത ട്രേഡ്. 25,800 പുട്ട് ഓപ്ഷൻ ആയിരുന്നു സെല്ല് ചെയ്തത്. ഏകദേശം ഒരു 9,000 സംതിങ് ആണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു 25,800 പുട്ട് ഓപ്ഷനാണ് സെല് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ചാർജ് എത്രയാണ് എന്നുള്ളത് നോക്കാം. ഇതിന് ടോട്ടൽ ചാർജ് വന്നിട്ടുള്ളത് 320 രൂപയാണ് ചാർജ് വന്നിട്ടുള്ളത്. സോ ചാർജ് കഴിഞ്ഞ ഏകദേശം 9,000 റുപ്പീസാണ് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, നമുക്ക് നിഫ്റ്റി 50യുടെ 15 മിനിറ്റ്സ് ചാർട്ട് എടുത്തിട്ട് നാളത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇത് നിഫ്റ്റി 50യുടെ 15 മിനിറ്റ്സ് ചാർട്ടാണ്. നമുക്ക് കാണാൻ കഴിഞ്ഞത് 25,800 എന്നുള്ള ലെവലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു ലെവലിലെല്ലാം ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് നല്ല ഒരു 25,900 അതുപോലെ തന്നെ 26,000 എന്നുള്ള ലെവൽ വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലായെന്നുണ്ടെങ്കിൽ നാളെ ഒരു എക്സ്പയറിയാണ്, സൈഡ് വേസ് ആവാനും സാധ്യതയുണ്ട് വിത്ത് പോസിറ്റീവ് ബയാസ്. സോ അതാണ് നാളത്തെ ഒരു എൻട്രി പ്ലാൻ എന്ന് പറയുന്നത്. നാളെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് നോക്കുന്നത് ഈ 25,800 എന്നുള്ള ലെവലിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. ഇതിൻ്റെ താഴെ ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡ് പ്രൈസ് ആക്ഷനിൽ മാത്രമാണ് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പ് 25,700 ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലെവലിൻ്റെ താഴെ വരികയാണ് എന്നുണ്ടെങ്കിൽ, പക്ഷെ അതിന് സാധ്യത കുറവാണ്. ഞാൻ ഒരു പോസിറ്റീവ് ആണ് കാണുന്നത്. മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ബയാസാണ് കാണുന്നത്. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈങ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. 25,900 എന്നുള്ള ലെവൽ വരെ 900 ഈ ഒരു ലെവൽ വരെയും, അത് കഴിഞ്ഞാൽ 26,000 എന്നുള്ള ലെവൽ വരെയും പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. സോ ഇതാണ് നാളത്തെ നിഫ്റ്റി 50യുടെ എൻട്രി പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 15 മിനിറ്റ്സ് ചാർട്ടാണ്. ഈ 15 മിനിറ്റ്സ് ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയും, നിഫ്റ്റിയുടെ പോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. പിന്നെ ഒരു 60,500 എന്നുള്ള ലെവലിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ലെവലിലെല്ലാം ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റീസാണ് നോക്കുന്നത്. ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഈ 60,500 എന്നുള്ള ലെവലിൻ്റെ താഴെ വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രം, അതും ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിരിക്കും സാധ്യത. സോ
അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയും 60,350 എന്നുള്ള ലെവൽ വരെയും, അത് കഴിഞ്ഞിട്ട് 1,250 എന്നുള്ള ലെവൽ വരെയും വരാനാണ് സാധ്യത. സോ അത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നത്. സോ ഇതാണ് ഞാൻ നാളത്തെ എൻട്രി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്.